നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ടീം കോഴിക്കോട് വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ തിരുവോണം, നമ്മൾ കാത്തിരുന്ന ആ ദിനം എത്തി. ഇന്ന് ഞങ്ങളുടെ വാർത്താ വിഭാഗം നിങ്ങളെ സമീപിക്കുന്നത് വാർത്താ പൂക്കളം എന്ന ഒരു പ്രത്യേക പരിപാടിയുമായാണ്. കാരണം ഈ ഓണക്കാലത്ത് അത്തം മുതൽ ഈ തിരുവോണ നാൾ വരെ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിച്ച ഓണവിശേഷങ്ങൾ മാത്രം ഞങ്ങൾ കോർത്തിണക്കുന്നു. അതിലൂടെ നിങ്ങളെ നാട്ടുകാരെ നിങ്ങൾ കാണുന്നു, നാട്ടുകാരുടെ വിശേഷങ്ങൾ കാണുന്നു, ഓണത്തിന്റെ വിശേഷങ്ങൾ കാണുന്നു. എല്ലാം ചേർത്ത ഒരു പൂക്കളം, വാർത്ത കൊണ്ട് ഞങ്ങൾ ഒരു പൂക്കളം തീർക്കുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം വാർത്താ പൂക്കളത്തേക്ക്. അതിനു മുമ്പ് ടീം കോഴിക്കോട് വിഷന്റെ 3 പ്രധാന താരങ്ങൾ ഈ പരിപാടിയെ സജീവമാക്കാൻ എന്നോടൊപ്പമുണ്ട്. ഞാൻ ഒറ്റക്കല്ല. അത് ആരൊക്കെയാണെന്നറിയാൻ അടുത്ത ഫ്രെയിമിലേക്ക് നോക്കുക. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യം, സസ്പെൻസ്, ഒളിപ്പിച്ചു വെച്ച സസ്പെൻസ് പ്രേക്ഷകർ വെളിപ്പെട്ടു. ഈ ഒരു ഒറ്റ ഫ്രെയിമില് ഞങ്ങൾ ഈ ഒരു കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ഇവരെ 3 പേരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. കാരണം ഒന്ന് അഭിജിത, നമ്മുടെ വാർത്താ അവതാരകയാണ്. ഒപ്പം തന്നെ അഭിരാമി, ഇത് ഗ്രീഷ്മ, നമ്മുടെ ഓൾറൗണ്ടറാണ്. ഗ്രീഷ്മ ഇവിടുത്തെ നമ്മളെ പേരാമ്പ്ര സ്കൂൾ കലോത്സവം മുതൽ നമുക്കൊന്ന് സജീവമായിട്ട് ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് ഗ്രീഷ്മ. ഏതായാലും നമുക്ക് കിട്ടിയ നിർദ്ദേശം എങ്ങനെയാണ് അഭിജിത? ഒരുമിച്ചൊരു ഓണാശംസ. നമ്മളെങ്ങനെ പറയാ, ഞങ്ങളുടെ പ്ലാനിങ് ആണ്. ഞങ്ങളൊക്കെ നിങ്ങൾ മറയില്ലാതാണ് ഈ പരിപാടി കേട്ടോ. ഒരു പ്ലാനിങ് 1, 2, 3 പറയുന്നു. ടീം കോഴിക്കോട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. വളരെ സിമ്പിൾ. 1, 2, 3. ടീം കോഴിക്കോട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ ഓണാശംസ. ഇനി ഞങ്ങൾ വിശേഷത്തിലേക്ക് കിടക്കുകയാണ് അല്ലെ അഭിജിത? നമ്മളെങ്ങനെയാണ് ആദ്യത്തെ വാർത്ത നമ്മളെങ്ങനെ പ്ലാൻ ചെയ്ത്? ആദ്യത്തെ ഏത് വാർത്ത കൊടുക്കുക? കാരണം ഇന്ന് തിരുവോണ നാളാണ്. ആളുകളൊക്കെ പൂക്കളൊക്കെ ഇട്ട്, ഇപ്പൊ രാവിലെയാണ് പൂക്കളൊക്കെ ഇട്ട് ആളുകൾക്ക് ഒഴിക്കും അല്ലെ ഗ്രീഷ്മ? അപ്പൊ നമ്മളൊന്നും വീട്ടിൽ പൂക്കളിടാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം നമ്മളെ പൂവൊക്കെ നിങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ പൂക്കളം. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ആരോ ഇടുമായിരിക്കും, നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തെ വാർത്ത എങ്ങനെയാ കൊടുക്കുന്നത്? തിരുവോണ നാളാണ്. തിരുവോണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള വാർത്ത. ഗ്രീഷ്മ, ഓണത്തിന്റെ സ്പെഷ്യലിസ്റ്റ് നമ്മളെ ആരാന്ന് അറിയാലോ. ഓണത്തിന്റെ വാർത്ത ഏറ്റവും കൂടുതൽ ചെയ്ത ആരാണ്? അഭിരാമി. അപ്പൊ അഭിരാമിയാണ് അത്തം മുതൽ. രാജേഷ്, ഈ അത്തത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. 2 അത്തമുണ്ട്, 2 തിരുവോണമുണ്ട്. അങ്ങനെയാണ് നമ്മള് ഓണം തുടങ്ങിയത്. അതായത് ഇത്തവണത്തെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് 2 അത്തവും 2 തിരുവോണം. പക്ഷെ ആ ഒരു 2 അത്തവും 2 തിരുവോണം എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഒരു കൺഫ്യൂഷൻ ആയി തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും കൂടി നമ്മളുടെ അതിന്റെ കാര്യവട്ടത്തോട് കടക്കുമ്പോൾ 2ാമത്തെ അത്തവും 2ാമത്തെ തിരുവോണമാണ് നമ്മൾ എടുക്കാറെന്നാണ് പൂർണ്ണമായിട്ടും വ്യക്തത വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്തത്തിന്റെ ആ ഒരു 2 അത്തവും 2 തിരുവോണം എന്നുള്ള സ്റ്റോറി നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അതന്നെ ഒന്ന് കണ്ടുവരാം. ആ വാർത്ത കണ്ട് തിരികെ വരാന്ന് ഗ്രീഷ്മ പറയും. അഭിരാമി ചെയ്ത വാർത്ത കണ്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ പറഞ്ഞോളൂ. അഭിരാമി ചെയ്ത വാർത്ത കണ്ട് നമുക്ക് തീർച്ചയായും അത് തന്നെയാണ് ഒരു റയർ ഓണം. 2 അത്തം 2 തിരുവോണം. എന്തൊരു വിനാഴികയുടെ കണക്ക്, നാഴികയുടെ കണക്ക്, നാഴികയുടെ. ആ വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. കള്ളവും ചതിയും എള്ളോളം പൊളിവചനമില്ലാത്ത കാലത്തിന്റെ ഓർമ്മ കൂടിയാണ് ഓണം. ലോകത്ത് എവിടെയായാലും മലയാളി മറക്കാത്ത പൊന്നോണം. ഇനി ഓരോ ദിവസങ്ങളും ആഘോഷത്തിന്റെയാണ്. ഇക്കൊല്ലം സെപ്റ്റംബർ 6-നാണ് അത്തം. 2 ദിവസം അത്തം വന്നെങ്കിലും 2ാമത്തെ അത്തമാണ് കണക്കാക്കുന്നത്. സെപ്റ്റംബർ 15-ന് തിരുവോണം. ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. മതേതര ആഘോഷമാണ് ഓണം. വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലും മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പൂക്കളങ്ങൾ, ഓണക്കോടി, ഓണക്കളികൾ, ഓണസദ്യ തുടങ്ങി എല്ലാത്തിനും ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഓണപരീക്ഷകൾ 12-ന് അവസാനിച്ച് കുട്ടികൾ ഓണാവധിയിലേക്ക് കടക്കും. പൂക്കളത്തിനായി ഓണവിപണിയിൽ പൂക്കൾ ഇന്നലെ മുതൽ എത്തിത്തുടങ്ങി. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തെരുവ് കച്ചവടം ഉഷാറാണ്. ആഭരണക്കടയിലും വസ്ത്രവ്യാപാര ശാലകളിലും തിരക്കുണ്ട്. സർക്കാരിൻ്റെതുൾപ്പെടെ വിവിധ ഓണച്ചന്തകൾക്കും ഇന്ന് തുടക്കമാകും. ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ. അങ്ങനെ രാജേഷ്, ഈ നമ്മുടെ അത്തം തുടങ്ങിയത് മുതൽ നമ്മള് പല സ്റ്റോറികളും കോർത്തിണക്കിയ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ അതെ, പൂക്കളം തീർക്കുന്ന. അപ്പൊ ഈ ഓണം തുടങ്ങുന്ന, അതായത് അത്തം തുടങ്ങുന്ന അന്ന് നമ്മളൊരു ന്യൂസ് ചെയ്തിരുന്നു. അതെ, അഭിരാമി. അപ്പൊ ആ വാർത്ത ചെയ്തിരുന്നു. അപ്പം അത്തത്തിന്റെ അത് പറഞ്ഞ പോലെ തന്നെ അത്തം ഒരു തുടങ്ങുന്നത്, അതായത് 2 ദിവസം അത്തം വന്നതിന്റെ ചെറിയൊരു പ്രശ്നം അത് നമ്മളിവിടെ ഡെസ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരാള് ഗ്രൂപ്പിലിടുന്നു ഇന്ന് അത്താണ്. അപ്പൊ ചർച്ച വന്നു. രഞ്ജിത്താണ് അത്തത്തിന്റെ തലേന്ന് ഇന്ന് അത്താണെന്ന് ഞാൻ എന്നെ കൗണ്ടർ ചെയ്തു. അത് പൊളിച്ചത് അഭിരാമിയാണ്. അങ്ങനെയല്ല,
രാജേഷ് 2 അത്തം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഗ്രീഷ്മ, ഈ 2 അത്തം 2 തിരുവോണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് ഉണ്ടോ? അങ്ങനെ 2 അത്തം 2 തിരുവോണം ആഘോഷിച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. പക്ഷെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നക്ഷത്രത്തിന്റെ ഒരു വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെയാണ്. സത്യം പറയും, എവിടുന്നാ ഇത് പഠിച്ചത്? 2 അത്തം 2 തിരുവോണം ആരാ പറഞ്ഞത്? സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് അറിയില്ല. പക്ഷെ വീട്ടിലിങ്ങനെ ഒരു ചർച്ച വന്ന സമയത്താണ് ഞാൻ, പിന്നെ നമ്മളെ ഗ്രൂപ്പ് കണ്ടപ്പോ തന്നെ രഞ്ജിത്തേട്ട പറഞ്ഞിട്ടുണ്ടപ്പോ അപ്പൊ എനിക്കൊരു ഡൗട്ട് തുടങ്ങി, അങ്ങനെ ഉണ്ടോ, ഇന്നാണോ അത്തോ അതോ നാളെയാണോ അത്തോ? കാരണം പൂവാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പൂവാണല്ലോ. അതിലൊരു കൗണ്ടർ വേറെ ഉണ്ട്. ലിജു ചോദിച്ചൊരു കാര്യമുണ്ട് അത് കണ്ട സമയത്ത്, ഈ അത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ശരിക്കും പിന്നെ പറഞ്ഞു, ഓ മനസ്സിലായി, ഓണത്തിന്റെ 10 ദിവസമുള്ള പരിപാടിയല്ലേ. അപ്പൊ ശരിക്കും അത്തം നാളില് നമ്മൾ ചെയ്തിട്ടുള്ള വാർത്തക്ക് വേറൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു. അതും നമ്മളെ ടീമിലുള്ള ടീം കോഴിക്കോട് വിഷന്റെ അഭിരാമി തന്നെയാണ് അതും പ്രേക്ഷകരിൽ എത്തിച്ചത്. ആ വാർത്ത കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അല്ലെ അങ്ങനെ കാത്തിരുന്ന് ഇന്ന് അത്തം തുടങ്ങുകയായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളമൊരുക്കി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് അത്തം. ഇനി പൂവിളിയുടെ നാളുകളാണ്. ജില്ലയിലെ ഏറ്റവും വലിയ പൂവിപണിയായ പാളയം പൂക്കടകളാൽ സമൃദ്ധമായി. പൂക്കൾക്ക് വലിയ വിലയാണെങ്കിലും വില മറന്ന് ജനം പൂ വാങ്ങാനെത്തി. അതോടെ കടകളിലൊക്കെ തിരക്കേറി. മൊത്ത കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരുമായി നിരവധി പേരാണ് പാളയത്ത് പൂവിപണിയെ സജീവമാക്കുന്നത്. ചൊവ്വാഴ്ച മുതലേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, കർണാടകയിലെ ഗുണ്ടൽപേട്ട്, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് പൂക്കൾ എത്തിയിരുന്നു. ചുവന്ന ചെട്ടിയാണ് ഇത്തവണയും താരം. ഓറഞ്ച് റോസ്, മഞ്ഞ കാർമലിനറി, അരളി, പിന്നെ റോസ് 2-3 ഐറ്റംസ്. വിലയൊക്കെ 300-400 വിൽക്കുന്നത്. ഇപ്പോഴൊന്നും ഇല്ല, ഇപ്പോൾ വില കുറവാണ്. കിലോയ്ക്ക് 50 രൂപ മുതലാണ് ചുവന്ന ചെട്ടിയുടെ വില. ഇത്തവണ വില അല്പം കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഡാലിയ, വെൽവെറ്റ് പൂക്കൾ എന്നിവക്ക് വില അല്പം കൂടുതലുണ്ട്. എല്ലാ പൂക്കളും ചേർത്ത് 50 രൂപ മുതലുള്ള കിറ്റും വിൽപ്പനയ്ക്കുണ്ട്. വാടാമല്ലിയും ചെണ്ടുമല്ലിയുമാണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾക്ക് വില താരതമ്യേന കുറവായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. വീടുകളിലേക്കായി വാങ്ങുന്നവരും ചെറുകിട കച്ചവടക്കാരുമാണ് പൂക്കൾ വാങ്ങാനായി ഇപ്പോൾ എത്തുന്നത്. വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പിന്നെ ഈ സീസൺ മാത്രമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഓണത്തിലേക്ക് മാത്രമായിട്ടുള്ള പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് കർഷകർക്കും മറ്റവരൊക്കെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്. അരളിപ്പൂവിന് കിലോഗ്രാമിന് 400, മഞ്ഞച്ചട്ടിക്ക് 100, വെള്ളച്ചട്ടിക്ക് 200, വെള്ള ജമന്തിക്ക് 300, ചുവന്ന ചട്ടിക്ക് 100, റോസാപ്പൂവ് 300, കടും റോസ് 250, വാടാമല്ലി 120 എന്നിങ്ങനെയാണ് പാളയത്തെ പൂക്കളുടെ വില നിലവാരം. ഓണപ്പൂ വിപണിയിൽ ഇത്തവണ നാടൻ പൂക്കളുമെത്തും. ജില്ലയിൽ തരിശുഭൂമികളിലും മാലിന്യക്കൂമ്പാരം നിറഞ്ഞ സ്ഥലങ്ങളിലും ചെട്ടിയും ജമന്തിയും വാടാമല്ലിയും പൂത്തുലയുന്ന സുന്ദര കാഴ്ചകൾ നേരത്തെ തന്നെ പ്രേക്ഷകരെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ഇന്നു മുതൽ ഗ്രാമീണ മേഖലകളിലെ കുടുംബശ്രീയുടെ പൂക്കൃഷിയടക്കം വിളവെടുത്തു തുടങ്ങും. പൂക്കൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങും. കോഴിക്കോട് ജില്ലയിൽ 80 CDSകളിലായി 227 കുടുംബശ്രീ കാർഷിക സംഘങ്ങൾ മുഖേന 102.5 ഏക്കറിലാണ് പൂക്കൃഷി ഇറക്കിയത്. ഹോൾസെയിൽ മാർക്കറ്റുകളിലൂടെയും ഓണം സ്റ്റാളുകളിലൂടെയും പൂക്കൾ വിറ്റഴിക്കാനാണ് ശ്രമം. എല്ലാ വാർഡുകളിലും വളരെ ഗംഭീരമായിട്ട് ഈ ആളുകൾ കൂട്ടമായിട്ടാണ് ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ടാണ് ഇതിന് ആവശ്യമായിട്ടുള്ള തൈകൾ വിതരണം ചെയ്തിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ജനമണി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ഓണം സ്വന്തം പൂവ് കൊണ്ട് ഞങ്ങൾ പൂക്കളം തീർത്തുകൊണ്ട് ആഘോഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ പൂക്കൃഷിയാണിത്. വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ കഠിനാധ്വാനവും ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയുമാണ് ഈ തോട്ടം അത്ര വ്യത്യസ്തമാക്കിയത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് തക്ക സമയത്ത് തന്നെ എല്ലാ നിർദ്ദേശങ്ങളും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര മനോഹരമാക്കാൻ സാധിച്ചത്. ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്കും വർണ്ണക്കാഴ്ചകൾക്കും ക്യാമറ പേഴ്സൺ അനശ്വര വിജയനുമൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. അത്തത്തിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു. അത്തത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പഴഞ്ചൊല്ലുകൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്.
നമുക്ക് പല പല രീതിയിലുള്ള പല 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 പഴഞ്ചൊല്ലുകളും ഉണ്ട്. അപ്പം അഭിരാമിക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ അത്തം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അത്തം കറുത്താൽ ഓണം വെളുക്കും, അല്ലെങ്കിൽ അത്തം വെളുത്താൽ ഓണം. പക്ഷെ ഈ തവണത്തെ അത്തം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെളുത്തതാണ്. അതുകൊണ്ട് പിന്നെ ഓണം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതെ, പക്ഷെ അതും പറയാൻ പറ്റൂല, കാലാവസ്ഥ ഇപ്പൊ വേറെ രീതിയിലാണ്. എപ്പോഴാണ് തീർച്ചയായും. പക്ഷേ ഞങ്ങൾക്ക് ചെറിയ പരാതിയുണ്ട്. ഈ പഴഞ്ചൊല്ലൊക്കെ പറയാനുള്ള ആൾക്കാർ നമ്മളും കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ഈ പഴഞ്ചൊല്ല ബനാന ടോക്ക് അങ്ങനെയാണല്ലോ പറയാം. അപ്പൊ ഓണത്തിന് ബനാന ടോക്ക് വളരെ രസമായിട്ട് ഇത് അത്തം കറുത്താൽ ഓണം വെളുക്കും. പിന്നെ അതിനു മുമ്പ് ചില ആളുകൾ പറയും, ഈ എനിക്ക് തോന്നുന്നു ഈ കല്യാണത്തിന് മഴ പെയ്യുന്നത് ഈ തേങ്ങ ചെറുപ്പത്തിൽ വാരി അതൊക്കെ അല്ലേ ശരിക്കും ചെറിയ അങ്ങനെ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് മഴ പെയ്യുന്നത്. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പല ആളെ കല്യാണം വെള്ളത്തിൽ മുങ്ങണ്ട. അതെ അതെ, പ്രത്യേകിച്ച് എന്റെ കല്യാണം. കാരണം ഞാൻ തേങ്ങ ചിലപ്പി അപ്പൊ തന്നെ കഴിക്കുന്നതിന്, പക്ഷെ എന്തോ മഴയില്ലായിരുന്നു. അപ്പൊ അഭിജിത്ത് പഴഞ്ചൊല്ല് പറയും, ഇവര് രണ്ടുപേരും അവിടെ തകർത്ത് നിൽക്കുകയാണ്, അത്തം കറുത്താൽ ഓണം വെളുക്കുക അങ്ങനത്തെ ഒരു സാധനം. എന്റെ മനസ്സിൽ ഇപ്പൊ വന്നൊരു കാര്യം, ഇപ്പം അല്ലെങ്കിലും ഒരു ഓണം നിന്നെക്കാൾ മുന്നേ ഉണ്ട ഒരാളാണല്ലോ നമ്മൾ, ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഞങ്ങളെക്കാളും മുന്നേ ഉണ്ട ഒരു ഓണം ഉണ്ട ആളാണ് ഞാൻ എന്ന് ഒരു ഓണമല്ല, എനിക്കുള്ളതാണ് കേട്ടോ. പക്ഷെ രാജേഷ്, അതിന് കൂടെ തന്നെ വേറൊരു പഴഞ്ചൊല്ലും കൂടി വരണം, അതായത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് ഒരു അതാണ് ഏറ്റവും വലിയ ഒരു ഓണത്തിന് പ്രത്യേകത ഉള്ള ഒരു പഴഞ്ചൊല്ലും വേണം. കാരണം പണ്ട് കാലത്ത് നമ്മൾ എന്തുണ്ടെങ്കിലും എന്താ പറയാ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓണം സമൃദ്ധിയോട് കൂടെ കൊണ്ടാടണം എന്നാണ് പറയുന്നത്. ഓണ സമയത്ത് എങ്ങനെയായാലും ആളുകൾക്ക് അത് കൃത്യമായിട്ട് ആ സമയത്ത് എങ്ങനെ ആഘോഷിക്കും അല്ലെ. പണ്ട് ഓണം എന്ന് പറയുമ്പോ തന്നെ ചിലപ്പം പുത്തൻ ഉടുപ്പുകൾ എടുക്കാനും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു കാലത്ത്. അത് ഓണം വരണം. ഇപ്പൊ നമുക്ക് എന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എവിടെയെങ്കിലും കണ്ട് നമ്മൾ വാങ്ങിക്കുന്നു. ഇപ്പൊ അധികം ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ നമ്മൾ ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമല്ല, ഫുഡ് അടക്കം, ഫുഡും ഇപ്പൊ പൂക്കളം, റെഡിമെയ്ഡ് പൂക്കളം. അതായത് നമ്മള് മുന്നിലിട്ടത് റെഡിമെയ്ഡ് പൂക്കളല്ല കേട്ടോ, അത് കൃത്യമായിട്ട് അഭിജിത്ത് അഭിരാമിയും ഗ്രീഷ്മയും കൂടി ഇട്ട പൂക്കളാണ്. ഇതിലൊരു കൃത്രിമവും കലർപ്പില്ല. അത് ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷം, വാർത്താപ്പൂക്കളം കഴിഞ്ഞിട്ട് ഞങ്ങളെ പ്രേക്ഷകർക്ക് ആർക്ക് വേണേൽ ഞങ്ങളെ സ്റ്റുഡിയോയിൽ ഒന്ന് പരിശോധിക്കാം, ഉറപ്പ് ഞങ്ങൾ തരികയാണ്. അത് ഞങ്ങൾ അവിടെ ഒന്നും മായോ ഒന്നുമില്ലാതെ കലർപ്പില്ലാത്ത ഒരു ഓണമാണ് വാർത്താപ്പൂക്കളം വഴി പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇനി ആരെങ്കിലും ഒരാള് ഒരു ഇടവേള പറയണം, കാരണം നമുക്ക് ഒരുപാട് പരസ്യക്കാരുള്ളതാണ്. ഈ പരസ്യത്തിന്റെ കണക്കോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ കൂടിയാണ് കേട്ടോ. ഞങ്ങളെ ഇതിന്റെ അക്കൗണ്ടൻസി കൂടി ഈ മാധ്യമപ്രവർത്തക കൈകാര്യം ചെയ്യുന്നുണ്ട് ഗ്രീഷ്മ തന്നെ പറയണം ഏർക്ക് പരസ്യക്കാരോട് ഒരു ഇടവേളയുടെ കാര്യം. അപ്പൊ ഒത്തിരി ഓണവിശേഷങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്, നിങ്ങളായിട്ട് പങ്കിടാനുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ, ഫ്രീ ആയി കണക്ട് ആവൂ. അപ്പൊ നമ്മളുടെ വാർത്താപ്പൂക്കളം ഇവിടെ തുടരുകയാണ്. വാർത്താപ്പൂക്കളത്തിൽ ഒത്തിരി സ്റ്റോറികൾ ഇനിയും വരാനുണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ടത്. അതിനു കൂടെ തന്നെ ഞങ്ങളെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ ഗ്രീഷ്മ, നമുക്കറിയാം ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം പൂക്കൾ തന്നെയാണ്. അതെ, നമ്മൾ പണ്ട് കാലത്ത് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒന്ന് വയലിലൊക്കെ പോയിട്ടും നാട്ടിൻ പ്രദേശങ്ങളൊക്കെ പൂ പറിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നു പൂവിടുന്നത്. എന്നാൽ ഇന്നിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ പൂ വാങ്ങുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും പൂ വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. അതായത് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന പൂക്കളാണ് നമ്മൾ വാങ്ങി കൂടുതലായും പൂക്കളത്തിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പം അടുത്തിടെയായിട്ട് ഈ പഞ്ചായത്ത് തലങ്ങളിലാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലാണെങ്കിലും ഒക്കെ എന്താ പൂക്കൾ കൃഷി ചെയ്യാനായിട്ട് കുടുംബശ്രീക്കാര് തുടങ്ങുന്നുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രചോദനം. തീർച്ചയായും ഒരു ചലഞ്ച് പോലെയാണ്. അതെ, കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ചെണ്ടുമല്ലിയുടെ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് അഭിരാം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ ഇപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അന്യ സംസ്ഥാന പൂക്കളുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നാട്ടുകൂട്ടായ്മ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ആ മുന്നേറ്റം നമുക്ക് ഒരിക്കലും അത് പറയാതെ പോവാൻ വയ്യ. വാർത്താപ്പൂക്കളം പൂർത്തിയാവില്ല. വീട്ടിന്റെ മട്ടുപ്പാവില് വരെ ചെറിയ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ട് നമ്മൾ ആ ന്യൂസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കും. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വന്നത്
അനശ്വര വിജയൻ തയ്യാറാക്കിയ. അതെ അതെ, അതായത് നമ്മളുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആയിട്ട് വന്നൊരു കുട്ടിയാണ്. പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ ഒരു അംഗം കൂടിയാണ് അവളിപ്പോൾ. അവളാണ് നമ്മൾ ഈ ഒരു ന്യൂസിലേക്ക് മോജോ എന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതായത് മൊബൈലിലൂടെ വിഷ്വൽസ്, അതെ, മൊബൈലിലൂടെ വിഷ്വൽസ് പകർത്തിയെടുത്തിട്ട് നമുക്ക് നല്ലൊരു വിഷ്വൽസ് തന്നെ കൊണ്ടുവന്ന് നല്ലൊരു വാർത്ത നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ് ഇപ്പോൾ അനശ്വര ചെയ്യുന്നത്. അപ്പൊ അനശ്വര തന്നെ പകർത്തി കൊണ്ടുവന്ന ഒരു നല്ലൊരു ഓണപ്പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, വിപണി സജീവമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ അന്യ സംസ്ഥാനത്തിലുള്ള പൂക്കളെ പറ്റിയിട്ടും കൂടാതെ നാട്ടിൻപുറത്തുള്ള പൂക്കളെ കുറിച്ചുള്ള വാർത്തയാണ്. അത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ വാർത്തയിലെ ത്രില്ലിൽ വളരെ മെമ്മറി പവർ ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ വാർത്ത പറയാറുണ്ട്, ചാളന്നൂർ എന്നുള്ള വാർത്ത അതിലുണ്ട്. പക്ഷെ എന്ത് മിടുക്കലാണ് ക്ലബ് ചെയ്തോ, സമ്മതിച്ചു. വാർത്ത കാണാം. അങ്ങനെ കാത്തിരുന്ന് ഇന്ന് അത്തം തുടങ്ങുകയായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളമൊരുക്കി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് അത്തം. ഇനി പൂവിളിയുടെ നാളുകളാണ്. ജില്ലയിലെ ഏറ്റവും വലിയ പൂവിപണിയായ പാളയം പൂക്കടകളാൽ സമൃദ്ധമായി. പൂക്കൾക്ക് വലിയ വിലയാണെങ്കിലും വില മറന്ന് ജനം പൂ വാങ്ങാനെത്തി. അതോടെ കടകളിലൊക്കെ തിരക്കേറി. മൊത്ത കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരുമായി നിരവധി പേരാണ് പാളയത്ത് പൂവിപണിയെ സജീവമാക്കുന്നത്. ചൊവ്വാഴ്ച മുതലേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, കർണാടകയിലെ ഗുണ്ടൽപേട്ട്, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് പൂക്കൾ എത്തിയിരുന്നു. ചുവന്ന ചെട്ടിയാണ് ഇത്തവണയും താരം. പിന്നെ ദിണ്ടുക്കൽ, മേട്ടുപ്പാളയം, ഇവിടെയൊക്കെയാണ് പൂ വരുന്നത്. വാടാമല്ലി, റോസ്, ചെത്തി, ചിന്താമണി, ഓറഞ്ച് റോസ്, മഞ്ഞ, കാർമൽ, അരളി, പിന്നെ റോസ് 2-3 ഐറ്റംസ് ഉണ്ട്. വിലയൊക്കെ തന്നെ 300-400 വിൽക്കുന്നത്. ഇപ്പോഴൊന്നും ഇല്ല, ഇപ്പോൾ വില കുറവാണ്. കിലോയ്ക്ക് 50 രൂപ മുതലാണ് ചുവന്ന ചെട്ടിയുടെ വില. ഇത്തവണ വില അല്പം കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഡാലിയ, വെൽവെറ്റ് പൂക്കൾ എന്നിവക്ക് വില അല്പം കൂടുതലുണ്ട്. എല്ലാ പൂക്കളും ചേർത്ത് 50 രൂപ മുതലുള്ള കിറ്റും വിൽപ്പനയ്ക്കുണ്ട്. വാടാമല്ലിയും ചെണ്ടുമല്ലിയുമാണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾക്ക് വില താരതമ്യേന കുറവായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. വീടുകളിലേക്കായി വാങ്ങുന്നവരും ചെറുകിട കച്ചവടക്കാരുമാണ് പൂക്കൾ വാങ്ങാനായി ഇപ്പോൾ എത്തുന്നത്. വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ ആഘോഷങ്ങൾ, ഗവൺമെന്റ് തലത്തിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കുന്നല്ലാതെ ചെറിയ തോതിലൊക്കെ നടത്താനുള്ള പരിപാടിയുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ സീസൺ മാത്രമായിട്ട് പൂ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഓണത്തിലേക്ക് മാത്രമായിട്ടുള്ള പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ് കർഷകർക്കും മറ്റവരൊക്കെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്കായിരിക്കും പോകുന്നത്. സാധാരണ പൂക്കച്ചവടത്തിൻ്റെ ഒരു പരിമിതി ഇവിടെ കാണുന്നില്ല. കാരണം ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ടാവുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് കടകളുണ്ടാവുന്ന ഒരു സമയമാണ്. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു ദുഃഖം ഗവൺമെൻറ് ഏറ്റെടുത്തതിൻ്റെ പേരിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായതിൻ്റെ പേരിൽ ഈ പ്രാവശ്യം വല്ലാതെ കാര്യങ്ങളൊരു ആഡംബരം ഒരു ഓണം ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാലും വർഷത്തിലൊരിക്കലും വരുന്ന ഈ ഒരു ഓണം സാധാരണക്കാരൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഒരു കൂത്തറിടാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ്. അത് സ്കൂൾ കലോത്സവത്തിൻ്റെ സ്കൂൾ ഫീൽഡോ അല്ലെങ്കിൽ ബാങ്കോ അതിനനുസരിച്ച് ഇല്ലാന്നാണ് കേട്ടത്. അരളിപ്പൂവിന് കിലോഗ്രാമിന് 400, മഞ്ഞച്ചട്ടിക്ക് 100, വെള്ളച്ചട്ടിക്ക് 200, വെള്ള ജമന്തിക്ക് 300, ചുവന്ന ചട്ടിക്ക് 100, റോസാപ്പൂവ് 300, കടും റോസ് 250, വാടാമല്ലി 120 എന്നിങ്ങനെയാണ് പാളയത്തെ പൂക്കളുടെ വില നിലവാരം. ഓണപ്പൂ വിപണിയിൽ ഇത്തവണ നാടൻ പൂക്കളുമെത്തും. ജില്ലയിൽ തരിശുഭൂമികളിലും മാലിന്യക്കൂമ്പാരം നിറഞ്ഞ സ്ഥലങ്ങളിലും ചെട്ടിയും ജമന്തിയും വാടാമല്ലിയും പൂത്തുലയുന്ന സുന്ദര കാഴ്ചകൾ നേരത്തെ തന്നെ പ്രേക്ഷകരെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ഇന്നു മുതൽ ഗ്രാമീണ മേഖലകളിലെ കുടുംബശ്രീയുടെ പൂക്കൃഷിയടക്കം വിളവെടുത്തു തുടങ്ങും. പൂക്കൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങും. കോഴിക്കോട് ജില്ലയിൽ 80 CDSകളിലായി 227 കുടുംബശ്രീ കാർഷിക സംഘങ്ങൾ മുഖേന 102.5 ഏക്കറിലാണ് പൂക്കൃഷി ഇറക്കിയത്. ഹോൾസെയിൽ മാർക്കറ്റുകളിലൂടെയും ഓണം സ്റ്റാളുകളിലൂടെയും പൂക്കൾ വിറ്റഴിക്കാനാണ് ശ്രമം. ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്കും വർണ്ണക്കാഴ്ചകൾക്കും
ക്യാമറ പേഴ്സൺ അനശ്വര വിജയനുമൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. അപ്പം തീർച്ചയായും അപ്പം ഗ്രീഷ്മ പറഞ്ഞ ഒരു വിഷയം വലിയ വിഷയം തന്നെയാണ്. ഇപ്പൊ സാധാരണക്കാർക്ക് ഓണം എന്ന് പറഞ്ഞ ഒരു ആദിയുടെ ഓണം കൂടിയാണ്. ഇപ്പം അയൽപക്കത്തുള്ള ആളുകൾക്ക് ഇപ്പൊ പെരുന്നാളിന് നമുക്ക് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കും, നെയ്ച്ചോറ് കഴിക്കാറുണ്ട്. ക്രിസ്മസിന്റെ സമയത്ത് അവർ കേക്കും കാര്യങ്ങളും വൈനും ഒക്കെ കൊണ്ടുതരാറുണ്ട്. അപ്പം അപ്പം തീർച്ചയായും അത് കൊണ്ടുവരും. അപ്പം ഇതിന്റെ മധുരമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഒരു പകവീട്ടിലാണ് എല്ലാ ഓണം. അപ്പം ചെലവേറിയ ഓണം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് അത് നമുക്ക് അവിയല്, കൂട്ടുകറി, ടീമുണ്ട് ഇവിടെ. ഭക്ഷണപ്രിയരും പാചക വിദഗ്ധകളൊക്കെ ഉണ്ട്. വിശേഷത്തിലേ വരാം. ഏതായാലും ആ കാര്യം പറയുന്ന സമയത്ത് ഓണത്തിലേക്ക് നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് എന്നെ അഭിജിത്ത് തന്നെ ഡ്രസ്സ് എടുത്തു. ശരിക്കും ഓണത്തല്ലിന് പോകുന്നേ ഉള്ളൂ. ഓണത്തല്ലിന് വരുന്നുണ്ട്. ഓണത്തല്ല് വരുന്നുണ്ട്. തീർച്ചയായും ഓണത്തല്ല് സമയത്ത് തന്നെ ഓണത്തിരക്കും കൂടി പറയണം നമ്മള്. തീർച്ചയായും ഇന്നല്ല മെനഞ്ഞാന്ന്, ഇന്നിപ്പോ രാവിലെ തിരുവോണത്തിന് നമ്മളത് ചെയ്തിട്ടില്ല. മെനഞ്ഞാന്ന്, അതായത് ഉത്രാടത്തിന്റെ തലേ ദിവസം അഭിരാമി ഒരു വാർത്ത എടുത്തുകൊണ്ടിരുന്നു. ഏത് രാജേഷ് വരുന്ന സമയത്ത് കരിക്കാമ്പുളം ജംഗ്ഷനിൽ ഭയങ്കര ഗതാഗത കുറുക്കായിരുന്നു. ഞാൻ മൊബൈലിൽ പകർത്തി ഒരു ടെലിൻ വളരെ കൃത്യമായി ലൈവ് തന്നു. അപ്പം കൺജസ്റ്റഡ് അല്ലേ ടൗണിലെ വിശേഷങ്ങൾ രാവിലെ മുതലുണ്ട്. ഒരു കണക്കിന് നമ്മൾ ഓഫീസിലേക്ക് വരുന്ന സമയം മുതല് സ്കൂൾ അവധി തുടങ്ങിയപ്പോഴാട്ടോ വലിയ ഇതായിട്ട് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മള് രാവിലെ വരുമ്പോൾ നമുക്കറിയാം റോഡ് എത്രത്തോളം തിരക്കുണ്ടാവും. നമ്മൾ ആ ഒരു ടൈം വെച്ച് മാനേജ് ചെയ്ത് ഇറങ്ങും. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് ആ സമയത്ത് ഇറങ്ങിയാലും നമ്മൾ ഓഫീസിൽ എത്തുന്നില്ല. നമ്മളിപ്പോ കോഴിക്കോട് ജില്ലയിൽ കൂടെ മനസ്സുകൊണ്ട് നിങ്ങളെ നടത്തിച്ചു കഴിഞ്ഞു, സഞ്ചരിപ്പിച്ചു. SMC പറയുന്നു, ഒപ്പം പാളയത്തെ ഓർമ്മപ്പെടുത്തുന്നു. മൊത്തത്തില് ടീം കോഴിക്കോട് വിഷന്റെ ഓണത്തിലെ ഇത്തരം വിശേഷങ്ങളാണ് ഈ ഒരു തിരുവോണ ദിവസത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള. ഏതായാലും തെരുവോര കച്ചവടത്തിന്റെ ആ ഭംഗിയും നഗരത്തിലെ ഗതാഗതക്കുറിപ്പും എല്ലാം ചേർന്ന നഗരത്തിലെ ഓണത്തല്ലിനോട് സമാനമായ ഓണത്തിരക്കിന്റെ ആ വാർത്ത കൂടി കണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരികെ എത്താം. പകലും രാത്രിയുമെന്നില്ലാതെ ഓണക്കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കുകയാണ് മിഠായിത്തെരുവും അനുബന്ധിച്ചുള്ള കോട്ട് റോഡ്, മൊയ്തീൻ പള്ളി റോഡ്, മേലേപ്പാളയം റോഡ് എന്നിവിടങ്ങളെല്ലാം. വസ്ത്രവിപണിയും ചെരുപ്പ് വിപണിയുമാണ് പ്രധാനമായും ഉണർന്നിരിക്കുന്നത്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും. ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ തെരുവായ ചെറൂട്ടി റോഡിലും നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളിലും ഓണത്തിരക്ക് സജീവമാണ്. കഴിഞ്ഞ ദിവസം വരെ ശക്തമായിരുന്ന മഴ മാറി നിന്നതോടെ വിപണിയും ഉഷാറായി. 1 മാസം 1.5 മാസം മുമ്പേ ഓണത്തിന്റെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുൻകൂട്ടി സാധനം വാങ്ങിയാണ് ചെയ്യുന്നത്. ഈ ഓണത്തിന് അങ്ങനെ ബാധിക്കില്ല. സമയത്തുമാണെങ്കിൽ സംഭവിച്ചെങ്കിൽ ബാധിക്കാന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇന്നു മുതൽ കച്ചവടമായി കിട്ടാൻ ഒരു പ്രതീക്ഷയാണ്. വ്യാപാരികൾ സ്വന്തം നിലയിൽ തെരുവുകളിൽ വൈദ്യുതി ദീപാലങ്കാരം ഒരുക്കിയും പ്രത്യേക കിഴിവുകൾ പ്രഖ്യാപിച്ചും ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. മിഠായി തെരുവിലെ കത്താത്ത തെരുവ് വിളക്കുകൾ മാറ്റി തെരുവിൽ വെളിച്ചം എത്തിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു. കോട്ട് റോഡിലെ വ്യാപാരികൾ സ്വന്തം നിലയിൽ വൈദ്യുതി ദീപാലങ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിങ്ങം പിറന്നതോടെ വിവാഹ സീസൺ കൂടി തുടങ്ങിയതും സ്വർണ്ണ വിപണിയും സജീവമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപ്പൊ അഭിജിത, നമ്മളിപ്പോ ഓണത്തിരക്കിന്റെ ഒരു വാർത്തയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടുവന്നത്. അതായത് നമ്മുടെ SM സ്ട്രീറ്റിലെ തിരക്കുകളും കൂടാതെ പാളയം എല്ലാം കൂടി ചേർന്ന ഒരു പാക്കേജ് ആണ് ഇപ്പൊ നമ്മള് കൊടുത്തത്. ഈ വാർത്ത കൊടുത്തത് എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ അത്തത്തിന്റെ മൂന്നാം നാൾ. പക്ഷെ അന്ന് തന്നെ ഈ പ്രാവശ്യത്തെ ഓണത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചെറിയ ആഘോഷം പോലും ഇത്രത്തോളം വലിയ ആഘോഷങ്ങളിലേക്ക് മാറ്റാൻ. കാരണം ആളുകൾക്ക് മനസ്സിലായി ഒരു ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരു കാലഘട്ടം വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഒരു അനിശ്ചിതത്വം വന്നു. അതായത് ഈ പൈസയൊക്കെ കയ്യിൽ വെച്ചാ പോരാ, ആഘോഷിക്കണം ചെയ്യാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മള് എന്തൊക്കെയോ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഒതുങ്ങിയില്ലാതെയായി പോകും. ഞാൻ ശരിക്കും ഭംഗി മലയാളം പറയട്ടെ, ചത്തുപോകുന്നത് അടിയല്ല ദാസ എന്നൊരു ചിന്ത ആളുകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ ഓണം നമ്മൾ എന്നും പറയുന്ന പതിവ് പോലെ ക്ലീശയല്ല, ഇത് അതിജീവനത്തിന്റെ ഓണം. അതാണ് രാജേഷ് ഞാൻ പറയാനുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ സന്തോഷത്തോടെ കൂടെ വർത്താനം പറഞ്ഞാലും കൂടി നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വയനാട് ദുരന്തം ഇപ്പം റീസെന്റ് നമ്മൾ നടന്നൊരു കാരണം, വിലങ്ങാട് വയനാട്. പിന്നെ ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് മെഞ്ഞാന്ന് കൂടി നടന്നത്. അതായത് നമ്മുടെ ശ്രുതി അറിയുന്നത്, ശ്രുതിന്റെ, അതായത് ശ്രുതിനെ കുടുംബം ഒന്നാകിയാണ് ഉരുള് കൊണ്ടുപോയത്. കച്ചിത്തുരുമ്പും അത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു.
എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും പ്രേക്ഷകരാണെങ്കിലും നമ്മളാണെങ്കിലും ഒരിക്കലും മറക്കാൻ പാടില്ല. ഓണം വയനാടിന് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ആരും ഓണം വേണ്ട അല്ലെങ്കിൽ ഓണം ആഘോഷങ്ങൾ ഒഴിവാക്കാം, പക്ഷെ ആ സമയത്ത് കൂടി കലാകാരന്മാരുടെ ജീവിതം കൂടി അതാണ് ചർച്ചയാകുന്നത്. അതാണ് പിന്നെ ആഘോഷങ്ങൾ വേണ്ട എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ വേണം. പക്ഷെ നമുക്ക് എടുത്തു പറയണ നമ്മൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയാത്തതിനും കൊണ്ടായിരിക്കും അവർ ഇത് ആർമാദിക്കുകയാണെങ്കിലും കൂടി നമ്മൾ വേണം പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഓണം, ഈ ഒരു കഴിഞ്ഞു പോകുന്ന ഓണം എത്രത്തോളം നമ്മൾ അവർക്ക് എന്താ പറയാ സന്തോഷകരമല്ലാത്ത ഒരു ഓണമായി. തീർച്ചയായും പല ക്യാമ്പസുകളിലും മറന്നു പോയൊരു കാര്യമാണ് വയനാട് ചില ക്യാമ്പസുകൾ വളരെ കൃത്യമായിട്ട് ക്യാമ്പസുകളിൽ നിന്ന് ചുരുക്കി പിരിച്ചെടുത്ത പൈസ വയനാടിന് കൊടുത്തതും കാരണം ആഘോഷങ്ങൾ കുറച്ചിട്ട് അത് വയനാടിന് കൊടുത്തു. പക്ഷെ അഭിജിത്ത് അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ കോളേജ് ടൈം അല്ലെങ്കിൽ ഒരു സ്കൂൾ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ 10th കഴിഞ്ഞ കുട്ടികളായിരിക്കും. ഈ 10th കഴിയാൻ പോകുന്ന കുട്ടികൾക്ക് ആ സ്കൂൾ ഇയറിന്റെ ലാസ്റ്റ് വർഷമാണ് അവർക്ക് 10ാം ക്ലാസ്. ആ വർഷം ഇങ്ങനെയൊരു ദുരന്തം കാരണം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചല്ലോ, പിന്നീട് അവർക്ക് ഒരുപാട് കാലത്തേക്ക് ആലോചിക്കാനുള്ള ഒരു ഓർമ്മയാണത്. അപ്പൊ ചെറിയ രീതിയിലെങ്കിലും അത് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കൊരു വേദനയായിരിക്കും. നമ്മള് എത്ര ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര ദുഃഖകരമായ വസ്തുതകൾ നമ്മള് ചുറ്റുപാടും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ സന്തോഷം ചെറിയ രീതിയിലെങ്കിലും നമ്മള് നടത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അതിജീവനത്തിന്റെ ഓണം എന്ന ആ വാക്കിന് അടിവരയിട്ടുകൊണ്ടാണ് ടീം കോഴിക്കോട് വിഷന്റെ താരങ്ങൾ ഓണത്തെ നിർവചിക്കുന്നത്, ഓണക്കാലത്തെ നിർവചിക്കുന്നത്. ഒരുപക്ഷെ വേദനയും അതിന്റെ ആകുലത ഒക്കെ മറന്നിട്ട് നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒന്നിച്ചു ഓണം എന്ന ഈ പരിപാടിയിൽ ഈ സെഗ്മെന്റ് ഞങ്ങൾ 3 കഷ്ണമായി 3 ഘട്ടങ്ങളായിട്ടാണ് പ്രേക്ഷകർക്ക് എത്തിക്കുന്നത്. നമ്മളെ വാർത്താപൂക്കളം എന്ന ഈ ഒരു പ്രോഗ്രാം ആദ്യ ഘട്ടം നമ്മളിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ദഹിക്കട്ടെ ഒന്ന് നിങ്ങൾ കാരണം നമ്മളെ ടിവിന് മുമ്പിൽ മാത്രം എന്താ പറയുന്നത്, ഇനി അവർക്ക് അവരുടെ സദ്യവട്ടത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഈ അരമണിക്കൂർ സമയം നിങ്ങൾ ഞങ്ങളൊപ്പം തുടർന്നു. ഇനി അല്പമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒരു അരമണിക്കൂർ ഞങ്ങൾ വീണ്ടും എത്തും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ്. തീർച്ചയായും നിങ്ങൾ ഏതായാലും എനിക്ക് തോന്നുന്നു ചില വീടുകളിൽ ഇപ്പം പച്ചക്കറി സാമ്പാറിന്റെ കഷ്ണം അരിയുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇപ്പൊ വീടുകളിൽ സാമ്പാറിന്റെ പച്ചക്കറി അരിയുന്നു. അടുക്കള കയറാനില്ല, പക്ഷെ നമ്മൾ അടുക്കള കയറുന്നുണ്ടെങ്കിൽ ചെറിയ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സാമ്പാറൊക്കെ തലേന്ന് വേണമെങ്കിൽ എന്റെ വീട്ടിലൊക്കെ തലേന്ന് സാമ്പാറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. പക്ഷെ ഈ കൂട്ടുകറി പെട്ടെന്ന് കേടാവുന്നൊരു ഇപ്പൊ ആ വീട്ടമ്മമാരെന്ത് ചെയ്യുന്നു വീട്ടിൽ? അത് പറ. കൂട്ടുകറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്തായിരിക്കും ഇപ്പൊ സമയം ഏതാണ്ട് രാവിലെ പിന്നോട്ട് ഒരു 8 മണിയിലാ സമയമായി. ഇപ്പൊ എന്തായിരിക്കും ആ വീടുകളിൽ നടക്കുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ആൾക്കാർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി തീർച്ചയായും അത് തന്നെയായിരിക്കും. ഉള്ളിലേക്ക് എത്തിയാലല്ലേ ഈ സദ്യവട്ടം ഒരുക്കാനുള്ള എനർജി വരുള്ളൂ. തീർച്ചയായും നിങ്ങൾ പ്രഭാത ഭക്ഷണത്തിലേക്ക് പോകുന്നു, ഞങ്ങളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഞങ്ങളും നിങ്ങളും ഇടവേളയിലേക്ക്. ഇനി അടുത്ത ഘട്ടം അല്പമണിക്കൂറിനകം വീണ്ടും വാർത്താപ്പൂക്കളം നിങ്ങളെ തേടിയെത്തും.